Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ MacOS 13.3 ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 3.4 GB-നാണ് എൻ്റെ M1 MacBook Airൽ വന്നിരിക്കുന്നത്. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു MacOS Ventura സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS-ഉം iPadOS-ഉം 16.4 റിലീസ് ഉണ്ട്, 15.7.4 റിലീസ് ഉണ്ട്, WatchOS 9.4 റിലീസ് ഉണ്ട്. പിന്നീട് നമ്മുടെ tvOS-ഉം HomePodOS-ഉം 16.4 റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ മാറ്റം അറിയേണ്ടത് നമ്മുടെ ബിൽ നമ്പറിലാണ്. അതിന് നമ്മുടെ ഈ കാണുന്ന ആപ്പിൾ ലോഗോയിൽ ടാപ്പ് ചെയ്യുക, എബൌട്ട് ദിസ് മാക്ക് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ MacOS-ന്റെ ഈ ഒരു Ventura 13.3 ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും MacOS 13.3 22E252 എന്ന്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന MacOS 13.3-ൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ മാറ്റം വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഇമോജീസിലാണ്. നമുക്ക് ഏകദേശം 21 പുതിയ ഇമോജീസാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഷേക്കിംഗ് ഇമോജി, അതേപോലെ 3 കളറുള്ള ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ഇമോജി, മൂസ് ഉണ്ട്, അതേപോലെ ഡോങ്കി ഉണ്ട്, നമുക്കൊരു ക്രോ ഉണ്ട് എന്നീ പറഞ്ഞ 21 പുതിയ ഇമോജീസാണ് വന്നിരിക്കുന്നത്. ഈ 2 പാം ഫേസിങ് ആയിട്ടുള്ള 2 കൈൻ്റെ ഇമോജീസിനും പല കളേഴ്സിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലാണ്. കീബോർഡിൽ വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 3 ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷൻ ലേഔട്ട് വന്നിട്ടുണ്ട്. ഇത് 3 ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗുജറാത്തി, 2 പഞ്ചാബി, ലാസ്റ്റ് വന്ന 3ാമത്തത് ഉറുദു എന്ന് പറയുന്ന ഈ ഒരു 3 ലാംഗ്വേജിലും ട്രാൻസ്ലേഷൻ ലേഔട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസിലാണ്. ഫോട്ടോസിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ ഏതെങ്കിലും ആപ്പിൾ ID iCloud ഷെയർഡ് ലൈബ്രറിയിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ iCloud ഷെയർഡ് ലൈബ്രറിയുടെ ആ ഒരു ഫോട്ടോസിലേക്ക് എല്ലാ ഫോട്ടോസും അപ്ലോഡ് ആവുമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ഫോട്ടോസും നമുക്ക് കയറുന്നതല്ല. കാരണം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ആ ഡിലീറ്റ് ആയി പോകുന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ കുറേയധികം സ്പേസ് നമ്മുടെ iCloud-ലും നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. അടുത്ത വരുന്ന അപ്ഡേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലിക്കൺ ചിപ്പ് വരുന്ന ഡിവൈസുകൾ മുതലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു ഡിവൈസിൽ നമുക്ക് SD കാർഡും അതേപോലെ SDXT കാർഡും കണക്ട് ചെയ്യുന്ന മാക്ബുക്കിൽ ഇനി മുതൽ നമ്മൾ SD കാർഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോംപ്റ്റ് നമുക്ക് ഇതേപോലെ വരുന്നതായിരിക്കും. ആ ഒരു പ്രോംപ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ അലോയും ഡോണ്ട് അലോയും വരുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സ്ട്രാ ലെവൽ സെക്യൂരിറ്റി ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി വരുന്ന മാറ്റം നമ്മുടെ ഫ്രീ ഫോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ജസ്റ്റ് എടുക്കുക, എന്നിട്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒറിജിനൽ സൈസ്, അതേപോലെ റീപ്ലേസ്, പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ AI ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചുതരാം. ആ റിമൂവ് കൊടുത്തപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ബോഡി മാത്രം അല്ലെങ്കിൽ ഫുൾ ബോഡി എനിക്ക് PNG ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം കുറേയധികം തമ്പ്നെയിലുകളും അതേപോലെ ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷനിലും നമുക്ക് ഈ ഒരു PNG ഫോർമാറ്റിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. അടുത്ത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ നമ്മുടെ സെറ്റിങ്സിൽ കുറച്ചധികം മാറ്റങ്ങളും വന്നിട്ടുണ്ട്. സെറ്റിങ്സിൽ നമ്മൾ ഈ പറഞ്ഞ ആക്സസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിം ഫ്ലാഷിംഗ് ലൈറ്റ്സ് എന്ന ഓപ്ഷൻ. അതേപോലെ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ വോയിസ് ഓവറിലാണ്. വോയിസ് ഓവർ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് നമുക്ക് ഈ പറയുന്ന മാപ്പിലൊക്കെ നമുക്കിനി മുതൽ വോയിസ് ഓവർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം
മാപ്സിൽ മാത്രമല്ല നമുക്ക് വെതർ ആപ്പിലും ആ ഒരു വോയിസ് ഓവർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ സിറി ആൻഡ് സ്പോട്ട് സെർച്ചിലാണ്. ഈ പറഞ്ഞ സിറിയിൽ നമുക്ക് 2 പുതിയ ലാംഗ്വേജിന് വോയിസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് നമുക്കിപ്പോൾ അറബിക്കാണ്. ഞാൻ അതിലേക്ക് ചേഞ്ച് ചെയ്ത് കാണിച്ചുതരാം. ഇത് നമുക്കിനി ആ 2 വോയിസും കേട്ടു നോക്കാം. വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഇനി നമുക്ക് ഹീബ്രു എന്ന ആ ഒരു ഓപ്ഷനും കേട്ടു നോക്കാം. ഹീബ്രു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഹീബ്രു ഉണ്ട്. നമ്മൾ ഹീബ്രുവിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് വോയിസ് 2 കേട്ടു നോക്കാം. എന്നീ പറഞ്ഞ 2 വോയിസുകൾ അല്ലെങ്കിൽ 2 ലാംഗ്വേജുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 2 ലാംഗ്വേജും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എന്തുകൊണ്ടും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. അടുത്ത് വരുന്ന അപ്ഡേഷൻ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലാണ്. ഹോം ആപ്ലിക്കേഷനിൽ വന്നെങ്കിൽ ചേഞ്ച് എന്താണ് കറക്റ്റ് കാണിക്കണമെങ്കിൽ എൻ്റെ ഡിവൈസിൽ ഒരു ഹോം ആപ്ലിക്കേഷനിൽ ഹോം സപ്പോർട്ടായ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നെ. പക്ഷേ ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന 3 ഡോട്ട്സിലേക്ക് പോയി നമുക്ക് ഹോം സെറ്റിങ്സ് ഉണ്ടാവും. ഒരു ഹോം സെറ്റിങ്സിൽ നമ്മുടെ ഈ പറഞ്ഞ ഹോം ആപ്പിൻ്റെ അല്ലെങ്കിൽ ഹോമിൻ്റെ ആർക്കിടെക്ചർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ആപ്പിൽ നിന്ന് നേരത്തെ ഉണ്ടാകായിരുന്നു. അത് അവർ റിമൂവ് ചെയ്തു, പിന്നെയും അവർ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആർക്കിടെക്ചർ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ മാനുവലി പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വരുന്നത് കുറച്ച് ബഗ് ഫിക്സ് ആണ്. ബഗ് ഫിക്സിൽ വരുന്നത് ഏറ്റവും ആദ്യം വരുന്നത് ഈ ഒരു ട്രാക്ക് പാഡിലാണ്. ട്രാക്ക് പാഡിൽ വരുന്ന ബഗ് ഫിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടൻറ്റൊക്കെ നമുക്ക് സൂം ഇൻ ചെയ്യുമ്പോഴും അതുപോലെ സൂം ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അത് എൻ്റെ കയ്യിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു സ്ക്രോൾ ആൻഡ് സൂമിലൊക്കെ കുറച്ചധികം ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബഗ് ആപ്പിൾ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന ബഗ് ഫിക്സും നമ്മുടെ ഈ പറയുന്ന ഐക്ലൗഡിൽ നമ്മുടെ ഫാമിലി അക്കൗണ്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഏതെങ്കിലും ചിൽഡ്രൻസ് ആണെങ്കിലും അവരുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പർച്ചേസ് കറക്റ്റ് ആയിരുന്നില്ല അല്ലെങ്കിൽ വാലിഡ് ആയിരുന്നില്ല. ആ ഒരു പർച്ചേസ് ഡിക്ലൈൻ ആയി പോകുന്ന ഒരു ബഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം കാര്യങ്ങൾക്ക് ആപ്പിൾ ആ സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ MacOS 13.3 നോക്കുകയാണെങ്കിൽ അവിടെ കുറേയധികം, അതായത് നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആപ്പിളിൻ്റെ ന്യൂറൽ എൻജിൻ, അതേപോലെ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കലണ്ടർ, ക്യാമറ, കുറേയധികം കാര്യങ്ങൾക്ക് ഇവിടെ ആപ്പിൾ സെക്യൂരിറ്റി പാച്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഓരോ ഫൈൻഡ് മൈയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്, ഐക്ലൗഡിൽ വന്നിട്ടുണ്ട്, ഫൗണ്ടേഷൻ, അങ്ങനെ കുറേയധികം നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കുറേയധികം അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ച് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ആ ഒരു അപ്ഡേഷന് ശേഷം നമുക്കിവിടെ പെർഫോമൻസിൻ്റെ മാറ്റം എന്ന് ചോദിക്കും. പെർഫോമൻസിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊരു പെർഫോമൻസ് ബൂസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു മാറ്റമോ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ഗീക്ബഞ്ച് കോഡ് റിസൾട്ട് കാണിച്ചുതരാം. സിംഗിൾ കോർ എന്ന് പറയുന്നത് 1734ഉം മൾട്ടി കോർ എന്ന് പറയുന്നത് 7792മാണ്. ഞാൻ നേരത്തെ പറയാനുള്ള പോലെ മിക്കവാറും M1 MacBook Airൽ ഈ ഒരു മൾട്ടി കോർ തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടും വരാറ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, എപ്പോഴും ഞാൻ എൻ്റെ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി കുത്തിയിട്ടാണ് പൊതുവേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസിൽ അല്ലെങ്കിൽ ബാറ്ററി ജ്യൂസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം ആക്ച്വലി നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ ബാറ്ററി പെർഫോമൻസും ബാറ്ററി സ്റ്റാറ്റസും നോക്കിയാൽ നോർമലാണ്. അതേപോലെ മാക്സിമം കപ്പാസിറ്റി 99% ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത MacOS അപ്ഡേഷൻ എന്നായിരിക്കുമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് പുതിയ പെയ്റ്റാസ് കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ജൂണിൽ വരാൻ പോകുന്ന ആ ഒരു WWDC 2023 ഞാനും നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ MacOS 13.3ൻ്റെ വെഞ്ചുറയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് എന്തെങ്കിലും ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതെന്തായാലും നിങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തു നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുണ്ട്.
അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. പിന്നീട് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ കാണിച്ചു തരികയാണ്. അവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസ് ആയിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റും. സോ ദിസ് ഈസ് Abin Xavier. Thank you for watching. See you next time.